ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ലക്ഷ്മി. അപ്പോൾ കുറേ നാളായി നമ്മളൊരു യൂട്യൂബ് DIY വീഡിയോ ഒക്കെ ചെയ്തിട്ട് തന്നെ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും ഞാനൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ തീരുമാനിച്ചേക്കുവാണ്. അത് ജാനുവരി 26. ഇന്ന് ജാനുവരി 26 ആണ്. നെക്സ്റ്റ് ഫെബ്രുവരി 26 വരെ 1 മന്ത് ഒരു DIY ചലഞ്ച് ആണ്. നമ്മൾ ഗ്രീൻ ടീ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ചലഞ്ച് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഗുണമുള്ള ഒരു എന്താ പറയുക ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഹെയറിന് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഓരോ പാർട്ടീഷൻ എടുക്കുക, അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു 1 hour ഒക്കെ വെച്ചിട്ട് നമുക്ക് നോർമലി പോലെ കഴുകി കളയാം. ഇതൊരു പ്രീ ഷവർ റുട്ടീൻ ആണ് ഈ ഒരു സ്പ്രേ മെത്തേഡ്. ആൻഡ് ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിൻസിങ് മെത്തേഡാണ്. റിൻസിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച ശേഷം ഷാമ്പൂ ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ തലയിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒരു 10 to 15 minutes വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമലി ഉള്ള പോലെ റിൻസ് ചെയ്യും. റിൻസിങ് മെത്തേഡ് ആണെങ്കിൽ വീക്ക്ലി 1 to 2 വരെ ചെയ്താൽ മതിയാകും. അതിൽ കൂടുതൽ ചെയ്താൽ നമ്മുടെ സ്കാൽപ്പ് ഒക്കെ ഒത്തിരി ഡ്രൈ ആയിരിക്കും. ബട്ട് ഈ ഒരു സ്പ്രേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നമ്മൾ നോർമലി പോലെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത്യാവശ്യം ഡെയിലി കുളിക്കാറുണ്ട്. കാരണം എൻ്റെ തല നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ട്, ഓയിലി ആവുന്നത് കൊണ്ട് ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. ഷാമ്പൂ ചെയ്തല്ല, നോർമലി ഷാമ്പൂ ചെയ്തത് ഒരു ഡേ ഇടവിട്ടാണ് ഞാൻ ഷാമ്പൂ ചെയ്തത്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യും. റിൻസിങ് മെത്തേഡ് വീക്കിലി ഒരു 2 അല്ലെങ്കിൽ 3 മാത്രമേ വീക്ക്ലി ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ അപ്ഡേറ്റ്സ് ഞാൻ തരാം. ആൻഡ് ഈ സെയിം സാധനം തന്നെ ഞാൻ എൻ്റെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ സെയിം സ്പ്രേ ബോട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ രാവിലെയും രാത്രിയും ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതൊരു ടോണർ ആക്ട് ചെയ്യും. ഇത് ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചലഞ്ച് പോലെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും ഹെയറിന് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഹെയർ അത്രയ്ക്ക് ഡാമേജ് ആണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെയൊക്കെ നെറ്റ് കയറുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓൾമോസ്റ്റ് ഈ വർക്കിനൊക്കെ പോകുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പോണിയാണ് കെട്ടിയിട്ട് പോകും. അപ്പം ഇങ്ങനെ പോണിട്ടയിൽ കെട്ടി ഹെയർ നന്നായിട്ട് എന്താ പറയുക കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഈ ഒരു ടോണർ യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ഫേസിൽ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 1 month ചലഞ്ച് കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ നിങ്ങളുടെ അപ്ഡേറ്റ്സ് തരാം. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ്, പിന്നെ ഞാൻ അതിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ആൻഡ് സ്കിന്നിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു മാസ്ക്. ഇത് ഞാൻ വീക്കിലി വൺസ് മാത്രമേ ട്രൈ ചെയ്യുള്ളൂ, അതായത് അപ്ലൈ ചെയ്യുള്ളൂ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാനിത് ട്രൈ ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവും. കാരണം ഇതിൽ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നുമില്ല. നല്ല എന്താ പറയുക ഹെൽത്ത്, അതായത് സ്കിന്നിന്റെ ഹെൽത്തിന് പറ്റിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്തിട്ട് ഡിഫറൻസ് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. എങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എൻ്റെ ഫേസ് ഒരു ഫിൽറ്ററോ ഒരു കാര്യങ്ങളോ ഇല്ല. ഇന്നലത്തെ മേക്കപ്പ് പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ട് നിൽക്കുവാണ്. ഇനി എൻ്റെ 1 month അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.